അപ്പോൾ നമുക്കിനി ഇത് വാങ്ങി വെക്കാം അല്ലേ? ഓക്കെ, നമുക്കിനി ഇത് വാങ്ങി വെച്ചിട്ട്. എല്ലാവർക്കും നമസ്കാരം. റെഡ് ചില്ലിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് എന്നെ സംബന്ധിച്ച് വളരെയധികം സന്തോഷമുള്ളൊരു ദിവസമാണ് കേട്ടോ. അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് നമ്മുടെ ചാനൽ തുടങ്ങിയപ്പോൾ തൊട്ട് ഭയങ്കരമായിട്ടൊരു ആഗ്രഹമായിരുന്നു ഇവിടെ വെച്ചിട്ട് ഇൻട്രോ ചെയ്യണം എന്ന് ഭയങ്കരമായിട്ടൊരു ആഗ്രഹമായിരുന്നു. അപ്പോൾ നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ദൈവം പ്രപഞ്ചത്തിൻ്റെയൊക്കെ നമ്മളോട് നിൽക്കുന്നൊക്കെ ആഗ്രഹം സഹായിച്ചു തരുമെന്ന് പറയുന്നത് വളരെ കറക്റ്റായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ ഇന്നിവിടെ വെച്ചിട്ട് ഇൻട്രോ അല്ല ചെയ്യുന്നത്, ഇപ്പോൾ അവരൊരു വീഡിയോ തന്നെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലം നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലാലേ, ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ മൂലകുടുംബമായ മുഴുകിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലാണ് നിൽക്കുന്നത്. അപ്പം വീടിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മൾ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഈ വീഡിയോയ്ക്ക് മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ട്. ഇവിടുത്തെ 2 തിരുമേനിമാരാണ് നമുക്ക് ഈ വീഡിയോയുടെ റെസിപ്പിയൊക്കെ നമുക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ ആ വീഡിയോയുടെ റെസിപ്പി എന്താണ്, ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് വീഡിയോയിൽ പറയാം. അപ്പോൾ നേരെ നമ്മുടെ വീഡിയോയിലേക്ക്. അപ്പോൾ ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ 2 തിരുമേനിമാരും ഇപ്പോൾ നമ്മുടെ ഒപ്പം ഉണ്ട്. അപ്പോൾ നമ്മുടെ 2 പേരെ നമുക്ക് നമ്മുടെ ചാനലിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ചെയ്യാം. നമസ്കാരം. നമസ്കാരം. ഇന്നത്തെ ഒരു ദിവസത്തിന് പ്രത്യേകത കൂടി ഉണ്ടല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ തിരുമേനിനെ പറഞ്ഞോളൂ. ലോകം എങ്ങും ഒരു തിരുപ്പിറവിയുടെ ആഘോഷത്തിൻ്റെ ലഹരിയിലാണ്. അതിൻ്റെ തലേന്നാണ് ഇന്ന്. നാളെ ക്രിസ്മസ് രാവാണ്. അപ്പോൾ ലോകത്തുള്ള എല്ലാ ജാതിഭേദമന്യേ എല്ലാവരും ആഘോഷിക്കുന്ന ഒരു ആഘോഷമാണ് ക്രിസ്മസ്. ആ ക്രിസ്മസിൻ്റെ ആഘോഷത്തിൽ ഞങ്ങളും അതിനകത്ത് പങ്കുചേരുകയാണ്. അപ്പം നമ്മളും ഇതിനൊരു മധുരം പകരുകയാണ്. അതിന് വേണ്ടിയിട്ട് ഞങ്ങളിന്ന് തയ്യാറാക്കുന്ന വിഭവം പാലട പ്രഥമനാണ്. പ്രഥമൻ നമ്മൾ ചെയ്യുന്നതെന്നുള്ളതും പറഞ്ഞു. അപ്പോൾ അതിനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ എങ്ങനെയാണ് വരുന്നത് അത് പറയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ പാലട പ്രഥമൻ്റെ ഒരു കൈപുണ്യം എന്ന് പറയുന്നത് എൻ്റെ ഏട്ടൻ ഇപ്പോൾ നിർത്തിപ്പോഴ്ത്തി പറയുന്നതല്ല, അദ്ദേഹത്തിന് എല്ലാത്തിനും ഒരു ഇതുണ്ട്. ഞാൻ ഇങ്ങനെ കൂടെ നിൽക്കും, സഹായിക്കും എന്നല്ലാതെ ഇതിൻ്റെ ഒരു പൂർണ്ണമായ രീതിയിൽ ഇതിനെ തയ്യാറാക്കുന്നത് ചേട്ടൻ്റെ കൈപുണ്യം തന്നെയാണ്. അപ്പം ചേട്ടൻ അതിൻ്റെ ഒരു ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ കൊള്ളാമായിരുന്നു. ഏറ്റവും ഒരു സ്പെഷ്യലായിട്ട് നമ്മുടെ ക്രിസ്മസിന് വേണ്ടിയിട്ട് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നതിൽ ഒരു വ്യത്യസ്തമായ ഒരു പാലട പ്രഥമൻ. അങ്ങനെ ചേട്ടൻ്റെ ഓരോ പാചകത്തിനും ചേട്ടൻ്റെ ചെറിയ ടിപ്പുകൾ ഉണ്ടാവാറുണ്ട്. പറഞ്ഞ പോലെ എല്ലാത്തിലും ചെറിയ വ്യത്യസ്തത ഉണ്ടാവാറുണ്ട് അല്ലേ? പറഞ്ഞോളൂ ചേട്ടാ. പറഞ്ഞോളൂ. പാലട ഇത് സൂര്യ പാലടയാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഇത് നമ്മൾ ഇപ്പം എന്തെങ്കിലും ഉണ്ടായിരിക്കും? ഇത് 500 ഗ്രാം പാലട. ഇത് മൊത്തം എടുക്കുന്നുണ്ടോ നമ്മൾ? പിന്നെ ഇതിപ്പോൾ നമ്മൾ മേടിച്ചേക്കുന്ന പാലിന് അനുസരിച്ച് എടുക്കുന്നത് അല്ലേ? അപ്പോൾ 3 ലിറ്റർ 3 ലിറ്റർ പാല മേടിച്ചോ? അപ്പോൾ ഒരു 240 ഗ്രാം 240 ഗ്രാം അല്ലേ? അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ആ ഒരളവിൽ ഇപ്പോൾ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് വേണ്ടത് പിന്നെ പഞ്ചസാര. പഞ്ചസാര ഇവിടെ 1 കിലോ മേടിച്ചിട്ടുണ്ട്. ഒരു 750 ഗ്രാം മതി. പിന്നെ അത് സ്പെഷ്യലായിട്ട് നമുക്ക് കുറച്ച് കാഷ്യൂനട്ട്, മുന്തിരി. ഈ കാഷ്യൂനട്ട് മുന്തിരി നമ്മൾ സാധാരണ പ്രഥമനിൽ ചേർക്കാറുണ്ട്, പാലടയ്ക്കകത്ത് ഉണ്ടാവാറില്ല. ഇത് സ്പെഷ്യലായിട്ടുണ്ട്. ഓക്കെ. പിന്നെ നമുക്ക് വേണ്ടിയിട്ട് നമുക്ക് നെയ്യാണ് വേണ്ടത് അല്ലേ? ആദ്യം നമ്മൾ പാലട വേവിക്കുകയാണ്. പണ്ടൊക്കെ നമ്മൾ ഈ പാലട, ഇന്നിപ്പോൾ ഇത് സൂരജ് കമ്പനിയുടെ പാലട, അങ്ങനെ ഓരോ കമ്പനികളിലെ പണ്ടൊക്കെ നമ്മൾ സാധാരണ വീടുകളിൽ ഇല വാട്ടി അരിമാവ് വരച്ച് ഏറ്റവും കനം കുറച്ച് ഉണ്ടാക്കിയാണ് നമ്മൾ പാലടയൊക്കെ പാലടയും അടപ്രഥമനും ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഇന്നിപ്പോൾ അതിനൊക്കെ നമ്മൾ എല്ലാവരും ഇൻസ്റ്റൻറ്റ് യുഗത്തിലായ കാരണം നമ്മൾ ഇന്നിപ്പോൾ ഇത് പാക്കറ്റിലും മേടിക്കുന്നു. അല്ലെങ്കിൽ അത് കുറച്ചുകൊണ്ട് കനം കുറച്ചുകൊണ്ട് ടേസ്റ്റി ആയിട്ട് നമുക്ക് കിട്ടും. പക്ഷേ ഇത് കുഴപ്പമില്ല. നമ്മുടെ സൂരജിൻ്റെ പാലട നല്ല പാലടയാണ്. അപ്പോൾ അതാണ് നമ്മൾ ഇന്നത്തെ പാലടയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് 240 ഗ്രാം പാലട കഴുകി തിളച്ച വെള്ളത്തിൽ അല്ലേ വേവിച്ചെടുക്കാം. അപ്പോൾ ഇതിലാണോ നമ്മൾ ചെയ്യുന്നത്? അതെയോ നമുക്ക് അല്ല, ഒരു ചെറിയ ഉരുളിയുണ്ട്, ഇതിൽ വെച്ച് നമുക്ക് ചെയ്യാം അല്ലേ? ഓക്കെ. അപ്പോൾ നമുക്ക് മാറ്റി വയ്ക്കാം അല്ലേ? നമ്മളിപ്പോൾ ഇവിടെ എന്ത് കാര്യത്തിനും ഒരു ഗണപതിക്ക് വിളക്ക് വയ്ക്കുക എന്നുള്ള ഇതുണ്ട്. അങ്ങനെ ഗണപതിക്ക് വിളക്ക് വെച്ച് ആ തീയിൽ നിന്ന് നമ്മളിപ്പോൾ അടുപ്പിലേക്ക് പകരുകയാണ്. അപ്പോൾ നമുക്ക് ഇതിൽ തന്നെ ഇട്ടിട്ട് നമ്മൾ കഴുകി വരി അല്ലേ? അതെ, നന്നായിട്ട് കഴുകണം. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം അല്ലേ? അതിന് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്തൂരം ചേർത്ത് കൊടുക്കേണ്ടത് ഇപ്പോൾ ഇതിനുള്ള?
2 ലിറ്ററോളം ഒഴിക്കാം. 2 ലിറ്റർ അല്ലേ? 2 ലിറ്ററോളം ഒഴിക്കാം. നമുക്ക് ഏകദേശം എന്തൊരു സമയം എടുക്കും നമുക്ക് അട വെന്ത് വരാനായിട്ട്? 5 മിനിറ്റ് മതി അല്ലേ? അപ്പം നമ്മൾ ഇനി അടുത്ത എന്ന് വെച്ചാൽ നമ്മൾ വേവിച്ചതിന് ശേഷം ഇത് അങ്ങനെ കഴുകുന്നുണ്ടോ? അല്ല, ഇനി ഇത് വേവിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ വാങ്ങി വെച്ച് ഇനി നമ്മൾ അടച്ചു വയ്ക്കും. കഴിഞ്ഞിട്ട് നമ്മൾ പാലെടുത്ത് അടുപ്പത്ത് വെച്ചിട്ടാണ് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അല്ലേ? ഓക്കെ. അപ്പോൾ നമുക്കത് ഒന്ന് വേവണം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പം നമ്മളുടെ ഈ പാലട നമ്മളിപ്പോൾ വേവിക്കാൻ വെച്ചത് ആയിട്ടുണ്ട്. ഇനി നമ്മളത് വാങ്ങി വെച്ച് അടച്ചു വയ്ക്കാം. തിളച്ച് വെന്ത് വന്നിട്ടുണ്ടല്ലേ? ഇനി അത് പിന്നെ ഒരു പാത്രത്തിലിരുന്ന് ഒന്ന് കഴിച്ചോളും. അപ്പോൾ നമുക്കിത് വാങ്ങി വെക്കാം അല്ലേ? ഓക്കെ, വാങ്ങി വയ്ക്കാം. പിന്നെ നമ്മൾ അട നമ്മൾ വെന്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടുത്ത പ്രോഗ്രസ് പാല് വേവിക്കണം. പാല് വേവിക്കണം പറയാം. പാല് അടുപ്പിലിരുന്ന് ശരിക്കും കുറുകി വരുന്നതാണ് അല്ലേ? അതിനുവേണ്ടി ഒരു ചെറിയൊരു നെയ്യ് സ്വപ്പം ഒഴിക്കുക. നെയ്യ് കുറച്ച് ഒഴിച്ചു കൊടുക്കുക അല്ലേ? അതുപോലെ സ്വപ്പം പഞ്ചസാര ഇടണം. പഞ്ചസാര ഇപ്പം നമ്മൾ മൊത്തം ചേർത്ത് കൊടുക്കുന്നുണ്ടോ? അല്ലല്ലോ, കളറിന് വേണ്ടിയിട്ടാണല്ലേ? ഇപ്പം നീ എന്തൊരു സമയം നോക്കി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം? 5 മിനിറ്റ് ജസ്റ്റ് കളർ കിട്ടാമെന്ന് ഇതായിട്ട് വന്നാൽ മതി. പഞ്ചസാര നെയ്യിലൊന്ന് വറക്കുക, അതാണ് അതിൻ്റെ അത്. അപ്പോൾ ശരിക്കും അത് മൂക്കണം. ഇത് സാധാരണ ഈ പ്രഥമന്റെ ഞാൻ ഇങ്ങനെ കണ്ടിട്ട് ഇത് തിരുവനന്തപുരം സ്പെഷ്യലായിട്ട് ശരിയാണോ അത്? അതെ. ഞാൻ കുറേ റെസിപ്പി കണ്ടു, ഞാൻ ഇങ്ങനെ കണ്ടിട്ടില്ലായിരുന്നു, അതാണ് ഞാൻ ചോദിച്ചത്. ഓക്കെ. നമ്മളിത് ആയി കഴിഞ്ഞിട്ട് ഇതിലേക്ക് പാല് വെച്ച് കൊടുക്കുകയാണല്ലേ? ആയോ? ശരിക്കും പറഞ്ഞു വരും, ചുവന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ആ കൂടെ നമ്മൾ പാലൂടെ ചേർത്ത് കൊടുക്കുകയാണല്ലേ? ഇതിപ്പോൾ നമ്മളിപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഈ പാലട പ്രഥമന് വേണ്ടിയിട്ടുള്ള പാല് നമ്മളിത് കരുതിയേക്കണം 3 ലിറ്റർ പാലാണ്. 3 ലിറ്ററാണ്. ആ 3 ലിറ്റർ പാല് ഇപ്പോൾ നമ്മൾ ഒഴിച്ചു. ഈ പാല് വേവുക എന്നുള്ളതാണ് ഈ പാൽപ്പായസവും പാലടയൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പാലിന് നമുക്ക് തോന്നും ഈ പാനീയമായത് അങ്ങനെയല്ല, പാല് വേവണം. അതിന് വേണ്ടിയിട്ട് നമ്മളിതിലേക്ക് അത്ര തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. അങ്ങനെ ഒഴിച്ചു കൊടുത്ത് ഈ പാല് ശരിക്ക് അതിനകത്ത് വെള്ളം വറ്റി ആകുമ്പോഴാണ് നന്നായിട്ട് നല്ല ഹാർഡായിട്ട് കറക്റ്റ് ഒരു പാകത്തിന് വരുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം അല്ലേ? ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ നമ്മൾ എടുക്കുന്ന പാലിന്റെ അളവിനനുസരിച്ച് വേണം അല്ലേ വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ അവിടെ നമ്മളിപ്പോൾ എടുത്തേക്കണം 3 ലിറ്റർ ആയതുകൊണ്ടാണ് നമ്മൾ അത്ര വെള്ളം ചേർത്ത് കൊടുത്തേക്കണം. അപ്പോൾ എടുക്കുന്നതനുസരിച്ച് ഇത് കുറേ നേരം നമ്മളിത് നന്നായിട്ട് തിളച്ച് ആ വെള്ളം വറ്റണം. പാലിലുള്ള ജലാംശം പറ്റിയിട്ട് ആ പാലിൻ്റെ ശരിക്കും വെന്ത് ചെയ്യുമ്പോഴാണ് നമ്മൾ ബാക്കി ചെയ്യുക അല്ലേ? വേവിച്ചെടുത്ത അടയാണ്. ഈ അട ഇനി നന്നായിട്ട് നമുക്ക് കഴുകി എടുത്തിട്ടാണ് നമ്മൾ പാലിലേക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ വെള്ളം ഒഴിച്ച് നമ്മൾ ശരിക്കും കഴുകി എടുക്കുന്നല്ലേ? അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, എന്താ ഇപ്പം ശരിക്കും നമ്മൾ അങ്ങനെ ചെയ്യാനുള്ളൊരു അങ്ങനെ ചെയ്യുന്നത് എന്തിനാ വേണ്ടിയിട്ടാണ്? പക്ഷേ ഇത് ഇന്നിപ്പോൾ നമ്മളുടെ മറ്റ് പഴയ കാലത്തുള്ള ഇതല്ലല്ലോ. അപ്പോൾ നമ്മൾ പാക്കറ്റിലൊക്കെ വരുമ്പോൾ അതിനൊരു പിന്നെ കുറച്ചുകൂടെ സേഫ്റ്റി ആവാനും ടേസ്റ്റ് ആവാനും ഒക്കെ വേണ്ടിയിട്ടാണ് അല്ലേ? അല്ലെങ്കിൽ ചെറിയ മക്ക് ചുവയൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ഈ പാല് ഏതാണ്ട് തിളച്ച് വന്നിട്ടുണ്ട്, വെള്ളം ഒക്കെ വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ വേവിച്ച് വെച്ച പാലട ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് നമ്മൾ 750 ഗ്രാം പഞ്ചസാര വേണമെന്നാണ് ചേട്ടൻ ഇതിൻ്റെ കണക്ക് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ആദ്യം 250 ഇട്ടായിരുന്നു. ഇനി ബാക്കിയുള്ള ഒരു 1/2 കിലോ പഞ്ചസാര കൊണ്ട് ഈ പാലടയിലേക്ക് ചേർക്കുകയാണ്. ഇതാണിപ്പോൾ നമ്മൾ ഈ പാലട കറക്റ്റായി എന്ന് നമ്മുടെ ആ വേവും ഇതെല്ലാം കറക്റ്റായി എന്ന് അറിയാനായിട്ട് നമ്മളിങ്ങനെ നോക്കാം. അപ്പം കണ്ടോ, അത് അവിടെ കൂട്ടിമുട്ടാണ്ടിരിക്കുക അല്ലേ? അപ്പോഴാണത് കറക്റ്റ് കല്ലോണ്ടി ആവാനുണ്ട്. സ്വല്പമുണ്ട്. ഏതാണ്ട് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ഒരു പാത്രഭാഗം കൊണ്ട് ആയിക്കോളും അല്ലേ? പാത്രത്തിലിരുന്ന ആ ചൂടിൽ
അപ്പോൾ നമ്മുടെ അടപ്രഥമൻ അങ്ങനെ അല്ലേ ഏതാണ്ട് അതിന്റെ ഫിനിഷ് ആയി. ഇനി നമുക്ക് ഇതിന്റെ അകത്ത് കാഷ്നട്ടും മുന്തിരിങ്ങയും നമുക്ക് ഇട്ട് ഒന്ന് വറുത്തിട്ട് കഴിഞ്ഞാൽ അപ്പോൾ ഇത് നമുക്ക് ശക്കല നേരം പാത്രഭാഗം വന്നു കഴിഞ്ഞാൽ നമുക്കിത് കറക്റ്റ് ആവും അല്ലേ. അപ്പോൾ നമുക്കിനി ഇത് വാങ്ങി വെക്കാം അല്ലേ. ഓക്കെ. ഇനി നമ്മൾ ഇതിനകത്തേക്ക് നെയ്യും ഒഴിച്ച് നമ്മൾ ഈ കാഷ്നട്ടും മുന്തിരിങ്ങയും ഒന്ന് വറുത്തെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് നെയ്യ് ഒഴിക്കാം. നെയ്യ് ഒഴിച്ചു വിടാം. മുന്തിരിങ്ങയും വറുത്തത് നമ്മൾ ഈ പാലടയിലേക്ക് ചേർത്ത് കൊടുക്കാം അല്ലേ. നമ്മുടെ പാലടപ്രഥമൻ ഇങ്ങനെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ടല്ലേ. അടിപൊളി തുടങ്ങിയിട്ടുണ്ട് അല്ലേ. അതെ അതെ, അതിൻ്റെ എല്ലാ ചേരുവകളും കറക്റ്റായി എന്നുള്ളതാണ് എന്ന് പറയുന്നത് അല്ലേ. അങ്ങനെയാണ് നമുക്കുള്ള വിശ്വാസം. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് ഇന്ന് രുചിച്ച് നോക്കാം അല്ലേ. ചൂടായിരിക്കും എന്തായാലും. നമുക്കിത് പാലട ഒന്ന് കഴിച്ചു നോക്കി കഴിച്ചു നോക്കാം. അപ്പോൾ നമ്മുടെ ഇതേ പാലടപ്രഥമൻ ഇങ്ങനെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. നല്ല ചൂടാണ്, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുറച്ചെടുത്താൽ മതി എന്ന് പറഞ്ഞത്. അടിപൊളിയായിട്ടുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, ഇതിൻ്റെ ഒരു കൈപുണ്യം എന്ന് പറയുന്നത് ചേട്ടൻ്റെ ആ ഒരു ഇത് തന്നെയാണ്, പാചകത്തിലുള്ള ഒരു വൈദഗ്ധ്യം തന്നെയാണ്. ഞാൻ ഒത്തിരി മധുരം കൂട്ടിയിട്ടുള്ള പാകത്തിന് മധുരം വന്നിട്ടുള്ളൂ. എല്ലാം കൊണ്ടും അടിപൊളിയായിട്ടുണ്ട്. അത് മാത്രമല്ല ഇന്ന് എന്തോ ഒരു പ്രത്യേകത അത് ഉണ്ട്, എനിക്ക് തീർച്ചയായിട്ടും ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു ആദ്യം തിരുമേനി പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആദ്യം അത് ചേർത്ത് കൊടുത്തിട്ടാണ്. പക്ഷെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ, ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലായിരുന്നു. അപ്പോൾ അതാണ് നമ്മൾ എന്തായിരുന്നു അന്നേരം ചേർത്ത് കൊടുത്ത് നെയ്യിൽ വറുത്തിടുകയല്ല ചെയ്ത് മൂപ്പിച്ചിടുക ചെയ്ത്. അപ്പോൾ അതിൻ്റെ കളറും വന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇത് പാലടപ്രഥമൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിൻ്റെ കളർ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ. ഇങ്ങനെ ഒരു കളറല്ല സാധാരണ നമ്മൾ വീടുകളിൽ തയ്യാറാക്കുമ്പോൾ ഈ ഒരു കളറൊക്കെ ചേർക്കാറ് പണ്ട് കുങ്കുമപ്പൂ ഒക്കെ ചേർത്തിട്ടാണ് ഇങ്ങനെയൊക്കെ പറയും. പക്ഷെ നമ്മളിപ്പോൾ ഇതിങ്ങനെയാണ്. ചിലര് ഇതിന് ചോക്ലേറ്റ് പൊടിയൊക്കെ ചേർക്കുന്നവരുണ്ട്. നമ്മളിതൊന്നും അല്ല, ഇത് നാച്ചുറൽ ആയിട്ട് തന്നെയാണ്. അതെ അതെ. അതെ, അന്തരീക്ഷം ഒക്കെ ഇവിടെ വന്നേക്കുണ്ട്. അപ്പോൾ അന്തരീക്ഷം അത് കഴിച്ചു വെക്കാൻ അന്തരീക്ഷം എങ്ങനെയുണ്ട് പായസം കഴിച്ചിട്ട്? അടിപൊളിയായിട്ടുണ്ടല്ലേ. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ പ്രഥമനൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? തീർച്ചയായിട്ടും. ഇനിയിപ്പോൾ സമയമായി, നമുക്ക് അമ്പലത്തിലൊക്കെ പോകാനുള്ള സമയമായി. അപ്പോൾ നമുക്കിത് വൈൻഡപ്പ് ചെയ്യാം. കുറച്ച് താമസിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ അതിനു മുമ്പ് തിരുവേനി നമുക്ക് നാളത്തെ ദിവസത്തെ പറ്റി നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്കിലും അല്ലേ. അതെ, തീർച്ചയായിട്ടും. നമുക്ക് നാളെ ലോകമെമ്പാടും ആചരിക്കുന്ന നമ്മുടെ ക്രിസ്മസ് ആണ്. നമ്മുടെ ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും ഒക്കെ ഒരു കഥ പറയുന്ന ഈ ക്രിസ്മസ് രാവ്, അതിന് വേണ്ടിയിട്ട് എല്ലാവരും ക്രിസ്മസിൽ എല്ലാവർക്കും സന്തോഷത്തിൽ പങ്കുകൊള്ളുന്നതോടൊപ്പം തന്നെ നമ്മളുടെ ഈ ചെറിയ മധുരം ഈ ലോകത്തെമ്പാടുമുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് ഈ മധുരം നൽകുകയാണ്. ഒരുമയോടുകൂടി നമുക്കും ഈ ക്രിസ്മസിനെ വരവേൽക്കാം. നമുക്ക് എല്ലാവർക്കും കൂടി ഒന്നിച്ച് പറയാം ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ.